അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ കൊടുത്തിട്ടുള്ളത് ഒരു വൈൽ ലൂപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. അപ്പോൾ ഒരു ലൂപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. ഒരു കൗണ്ടറായിട്ട് നമ്മളുടെ എത്ര വട്ടാണ് ഈ ലൂപ്പ് കറങ്ങുന്നത് അത് എണ്ണാൻ വേണ്ടിയിട്ടൊരു വേരിയബിൾ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതിനാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള വേരിയബിൾ കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണതെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ ഒറ്റൊരു വേരിയബിളേ യൂസ് ചെയ്യുന്നുള്ളൂ. n എന്നുള്ളത് ഒരു വേരിയബിളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഈസി ആയിട്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ n ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് ലൂപ്പ്. അപ്പോൾ ഇത് എപ്പോഴും വരാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. +1-ലും അതേപോലെ തന്നെ +2-ലും. അപ്പോൾ ഫസ്റ്റ് കോമ്പണൻസ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ ഏതൊക്കെ പാർട്സ്. ഇത് വേറൊരു ഇതിലും ക്വസ്റ്റ്യനിലും വരാറുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ് എന്നും. അപ്പോൾ ലൂപ്പിൻ്റെ ഏതൊക്കെ പാർട്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ് ഇനിഷ്യലൈസേഷൻ, 2 ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യത്തെ വില കൊടുക്കുന്നതാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൈൽ ലൂപ്പ് റൺ ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ നമ്മൾ ഫോൾസ് ആണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതിനാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി 3 ബോഡി ഓഫ് ലൂപ്പ്. 4 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. കോമ്പണൻസ് ഓഫ് ലൂപ്പ് ഇത് എപ്പോഴും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് ലൂപ്പ് ഫ്രം ദ എബോവ് കോഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 ഈ ഒരു ലൂപ്പിൽ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് ഇനിഷ്യലൈസേഷൻ. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യത്തെ വില കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം തന്നെ നമ്മൾ എന്നാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിൻ്റെ ആദ്യത്തെ വില കൊടുക്കുന്നത് ലൂപ്പ് വയലാവുമ്പോൾ വയൽ ലൂപ്പിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യത്തെ വില കൊടുക്കും. അപ്പോൾ ഇതാണ് ഇനിഷ്യലൈസേഷൻ വരുന്നത്. ഇനി അടുത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ വയൽ എന്നുള്ള ഈ ഒരു ബ്രാക്കറ്റിനകത്തായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ലൂപ്പിനകത്തോട്ട് കയറുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റിന് തൊട്ട് ശേഷമുള്ള ലൈനിലോട്ട് നേരെ ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സംഭവമാണ്. n <= 5 ഇതാണ് ഇവിടുത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇനി ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് വരുന്നതാണ് ബോഡി ഓഫ് ദി ലൂപ്പും അതുപോലെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഈ വൈൽ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ട് ഇനിഷ്യലൈസേഷൻ വരും. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ഇനിഷ്യലൈസേഷൻ, വൈലിൻ്റെ അകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ അതാണ് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് എക്സ്പ്രഷൻ. നെക്സ്റ്റ് ബോഡി ഓഫ് ദി ലൂപ്പ്. ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പും ലാസ്റ്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത് ഇതും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മൾ ഓരോ ലൂപ്പിലും മാറ്റം വരുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അതിവിടെ n++ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും ഫോൾസ് ആവണമല്ലോ, അതിനു വേണ്ടി സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. n++ എന്നുള്ളതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ മാറ്റം വരുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതല്ലാതെ ഇതിലുള്ള എത്ര ലൈൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് പറയാം, ബോഡി ഓഫ് ദ ലൂപ്പായിട്ട് പറയാം. അപ്പോൾ സിൻടാക്സ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഇനി എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഒരു വൈൽ ലൂപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ n=1, n<= 100, സം += n++. ഇതിലെ കോമ്പണൻസ് ലൂപ്പിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയലിൻ്റെ മുമ്പുള്ളതായിരിക്കും ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്ന് ഇനീഷ്യലൈസേഷൻ. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വയലിൻ്റെ ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ളതാണ്
ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രാക്കറ്റിനകത്ത് നോക്കുക, ബോഡി ഓഫ് ദി ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇതിൻ്റെ അകത്ത്, ഈ കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും ഉണ്ടാകുക. ഈ n++ അല്ലെങ്കിൽ n+=2 അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിൽ അതായിരിക്കും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളുടെ ഫോർത്ത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഇതല്ലാത്തത് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണോ അത് മൊത്തത്തിൽ ബോഡി ഓഫ് ദി ലൂപ്പ്, തേർഡ് വണ്ണ് ബോഡി ഓഫ് ദി ലൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി വരും, അതിനനുസരിച്ച് ഇത് സിമ്പിളായിരിക്കും, ഇത് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത് പറഞ്ഞു, റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ എബവ് കോഡ്. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ n=1. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ n എന്നൊരു വേരിയബിളുണ്ട്, അതിന് 1 എന്നാണ് ഫസ്റ്റത്തെ വില നമ്മൾ കൊടുത്തിട്ടുള്ളത്. വൈൽ ലൂപ്പിലോട്ട് കറക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ ഇതാണ്, n<5 എന്ന് പറഞ്ഞാൽ n 1 ആണ്, 1<5 എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് ട്രൂ ആണല്ലോ, 1 5നേക്കാൾ ചെറുതായതുകൊണ്ട് ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് cout n എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിലുള്ള വില എന്താണോ അത് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് ഇതാണെങ്കിൽ നമ്മൾ എന്നിലുള്ള വില അത് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഇത് കാസ്കേഡിംഗ് ഓപ്പറേറ്ററാണ്. കാസ്കേഡിംഗ് ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓപ്പറേറ്റർ ഇത് ഒരു പ്രാവശ്യം മാത്രമുള്ളതാണെങ്കിൽ, cout n എന്ന് മാത്രമാണെങ്കിൽ അത് നമ്മൾക്കൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് 1-2 coutകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരുമിച്ച് എഴുതാം. ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതി ഇങ്ങനെ ഒറ്റ ലൈനാക്കി എഴുതാൻ സാധിക്കും. അതിനാണ് കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്ററിന് ശേഷം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് /t ആണ്. /t എന്ന് പറഞ്ഞാൽ ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ്. അത് ടേബ്, ഹൊറിസോണ്ടൽ ടേബ് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എസ്കേപ്പ് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പേസ്, ഒരു 8 ക്യാരക്ടറിൻ്റെ സ്പേസ് വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്ഥലം വിടണം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് n++ എന്ന് പറയുമ്പോൾ നമ്മുടെ n എന്നുള്ളത് 1 ഉള്ളത് 2 ആയി മാറുന്നു. ഈ ലൂപ്പ് അവസാനിച്ചു. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോകുന്നത് ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ n 2 ആണ്. അപ്പോൾ 2<5 എന്ന് പറയുമ്പോൾ അതെന്താണ്, ട്രൂ ആണ്. വീണ്ടും നമ്മൾ അകത്തോട്ട് കയറുന്നു, n പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാബിന് ശേഷം n 2 പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, ഒരു ടാബും കൂടി ഇട്ട് വെക്കുന്നു. പിന്നെ n++, ഈ n 2 ഉള്ളത് 3 ആയി മാറുന്നു. വീണ്ടും ലൂപ്പ് അവസാനിച്ചു. അപ്പോൾ 3<5 നോക്കുന്നു, ട്രൂ ആണ്. അകത്ത് കയറിയിട്ട് 3 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെയും ടാബ് കൊടുക്കുന്നു, n++ ആയി. അപ്പോൾ 3 എന്നുള്ളത് നമ്മൾ 4 ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വീണ്ടും അവസാനിച്ചു. ഈ 3 എന്നുള്ളിടത്ത് നമ്മൾ 4<5 ആണ് നോക്കുന്നത്. അപ്പോഴും ഇത് റൺ ചെയ്യും, ട്രൂ ആണ്. അകത്തോട്ട് കയറിയാൽ നമുക്കിത് 4 പ്രിൻറ്റ് ചെയ്യാം. അടുത്ത ലൈനിൽ ഇത് 5 ആയി മാറുന്നു. ഇവിടെ വരുമ്പോൾ 5< എന്നുള്ളത് അവിടെ കണ്ടീഷൻ നമുക്ക് തെറ്റാണ്. പക്ഷേ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 5 കറക്റ്റ് ആണല്ലോ. അത് കാരണം ഇപ്പോഴും നമ്മളുടെ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും അകത്തോട്ട് കയറിയിട്ട് നമുക്ക് 5 പ്രിൻറ്റ് ചെയ്യാം. ഒരു ടാബിന് ശേഷം 5 പ്രിൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈനിൽ n++ എന്ന് പറയുമ്പോൾ ഈ n എന്നുള്ള 5 ഉള്ളത് മാറി 6 ആയി മാറുന്നു. 6 എന്നുള്ളത് അവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇവിടെ 6 ആണ്. 6<5. അപ്പോൾ 5നേക്കാൾ ചെറുതുമല്ല ഈക്വലുമല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫോൾസ് ആണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഫോൾസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് എത്തുന്നത്. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ എന്താണോ കോഡ് അവിടെയാണ് ഇനി നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം ഇതാണ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് 1 2 3 4 5 വരെ എഴുതിയാൽ മതി. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഇനിഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ നമ്മൾ n=1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഉണ്ടാകും. 5 വരെ, ഓക്കെ 5 വരെ കൊടുത്തിട്ടുണ്ട്. ആകെ cout n പ്രിൻറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് 1 സ്പേസ് 2 സ്പേസ് 3 സ്പേസ് ഇവിടെ എന്താണോ കണ്ടീഷൻ അതുവരെ അത് പ്രിൻറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ മറ്റൊന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. റീറൈറ്റ് ദ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. അപ്പോൾ ഈ കൊടുത്ത കോഡ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. ഫോർ ബ്രാക്കറ്റിനകത്ത് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് വരുന്നത്. ബ്രാക്കറ്റിനകത്ത് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള
കോഡ് ഇത് നമ്മൾ ഫോർ ലൂപ്പിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിൽ മാറ്റി എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു 4 എന്നുള്ളത് ആദ്യം എഴുതാം. 4 എന്നുള്ളത് ആദ്യം തന്നെ എഴുതാം. ശേഷം 4 എന്നുള്ളത് എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഈ പറഞ്ഞ ബ്രാക്കറ്റ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം എഴുതേണ്ടത് ഇനീഷ്യലൈസേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഇനീഷ്യലൈസേഷൻ 1 ഇനീഷ്യലൈസേഷനാണ്. അപ്പോൾ നമ്മൾ n=1 എന്നിട്ട് ഇത് സിൻടാക്സ് അറിഞ്ഞിരിക്കണം. ഇവിടെ സെമിക്കോളനാണ്, അതുകൊണ്ട് ഇവിടെയും സെമിക്കോളൻ നമ്മൾ ഇടണം. അടുത്തത് ടെസ്റ്റ് എക്സ്പ്രഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾക്ക് n<=100 സെമിക്കോളൻ. അടുത്തത് നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ്. അപ്പോൾ 4th എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് n++ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമാണിത്. ശേഷം നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് ഇടണം. കേർലി ബ്രാക്കറ്റ് ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 3rd വൺ ആണ്. അപ്പോൾ ഇതിൽ ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്, അതിലാകെ ഉള്ളത് അത് മാത്രമാണ്. അപ്പോൾ സം പ്ലസ് n എന്നുള്ളതാണ് ഇവിടെ ബോഡി ഓഫ് ദ ലൂപ്പ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബി എന്നുള്ള പാർട്ടിൻ്റെ ഉത്തരം വരുന്നത്. റീറൈറ്റ് ദ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്, ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഫോർ ലൂപ്പ് തന്നിട്ടുണ്ട്, റീറൈറ്റ് ദ കോഡ് യൂസിങ് വൈൽ ലൂപ്പ്, ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലെ ലൂപ്പ് കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ലൂപ്പ് കോമ്പണൻസ് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് അറിയാം ഏതൊക്കെയാണ് ലൂപ്പ് കോമ്പണൻസ് എന്നുള്ളത്. 1 2 3 ഇതാ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഇതിലെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ സിൻടാക്സ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഈ ബ്രാക്കറ്റിന് തൊട്ട് അടുത്തുള്ളത് ഇനീഷ്യലൈസേഷനാണ്. നെക്സ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ വരുന്ന അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ 4th അല്ലിട്ട്, അപ്പോൾ ഞാൻ നമ്പർ തന്നെ 4th ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ബ്രാക്കറ്റിനകത്താണ് ബോഡി ഓഫ് ദ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. നമുക്ക് ഇനി മാറ്റാനുള്ളത് ഇത് വൈൽ ലൂപ്പിലോട്ട്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് വൈൽ ലൂപ്പിലോട്ട് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പിലോട്ട് മാറ്റാൻ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് അറിയേണ്ടതുണ്ട്. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇതാണ്. അപ്പോൾ സിൻടാക്സിൽ ഇതിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഈ വൈലിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഇനീഷ്യൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത അതാണ്. വൈൽ ലൂപ്പിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് എഴുതാം വൈൽ. ഓക്കെ, വൈൽ ലൂപ്പാണ്. അതിന് മുമ്പ് നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് 1 i=1 ആണ് അല്ലേ. ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് i=1 ആണ്. അപ്പോൾ നമ്മൾ i=1 എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്, അതും അതുപോലെ തന്നെ എഴുതിയാൽ മതി. എന്നിട്ട് വൈലിൻ്റെ സിൻടാക്സ് അല്ലേ. അപ്പോൾ സിൻടാക്സ് മനസ്സിലാക്കി വെക്കുക. സിൻടാക്സിൽ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഇതാണ് 2. ഓക്കെ, അപ്പോൾ വൈൽ i<20 ബ്രാക്കറ്റ് അടക്കുക. എന്നിട്ട് ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കേർലി ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതാം, പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അപ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഇതാണ് അല്ലേ. 3rd ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് 3rd ആണ്. അപ്പോൾ 3rd എന്ന് പറയുന്നത് ഇവിടെ ഇതാ cout വെൽക്കം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ cout വെൽക്കം, ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്. അപ്പോൾ നമുക്കത് നേരെ അത് a+=2 ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിൻടാക്സ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ ലൂപ്പ് തന്ന് വൈൽ ലൂപ്പിലോട്ടോ വൈൽ ലൂപ്പ് തന്ന് ഫോർ ലൂപ്പിലോട്ടോ മിക്കവാറും ചോദിക്കാറുണ്ട്. ഡു വൈലോട്ട് ചോദിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്, പക്ഷേ ചോദിക്കൽ കുറവാണ്, എങ്കിൽ കൂടി അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്.